നമസ്കാരം, ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 3 ചരിത്രത്തിൽ ഈ ദിവസം നടന്ന പ്രധാന സംഭവങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസം എന്തെല്ലാമാണ് നടന്നിരിക്കുക എന്നറിയുന്നത് ഒരു രസമല്ലേ? ഇവിടെ പറയുന്നതല്ലാതെയുള്ള ചരിത്ര സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് നോക്കാം എന്തെല്ലാമാണെന്ന്. 1509 ഇന്ത്യയിലെ ദിയു യുദ്ധത്തിൽ പോർച്ചുഗീസ് നാവികസേന, ഒട്ടോമൻ സാമ്രാജ്യം, വെനീസ് റിപ്പബ്ലിക്, ഗുജറാത്ത് സുൽത്താൻ, ഈജിപ്തിലെ മംലൂക്ക് ബുർജി സുൽത്താനേറ്റ്, കോഴിക്കോട് സാമൂതിരി, റഗുസ റിപ്പബ്ലിക് എന്നിവയുടെ സംയുക്ത നാവികസേനയെ പരാജയപ്പെടുത്തി. 1661 ഛത്രപതി ശിവാജി മഹാരാജിന്റെ നേതൃത്വത്തിലുള്ള മറാത്ത സൈന്യം ഉംബർഖിണ്ട് യുദ്ധത്തിൽ മുഗളരെ പരാജയപ്പെടുത്തി. 1870 എല്ലാ വംശങ്ങളിലെയും പുരുഷ പൗരന്മാർക്ക് വോട്ടവകാശം ഉറപ്പു നൽകുന്ന അമേരിക്കൻ ഭരണഘടനയുടെ 15ാം ഭേദഗതി അംഗീകരിക്കപ്പെട്ടു. 1928 കനേഡിയൻ പാലിയോ ആന്ത്രോപോളജിസ്റ്റ് ഡേവിഡ്സൺ ബ്ലാക്ക് ഹോമോ ഇറ്റെക്സിന്റെ ഒരു ഉപജാതിയായ സിനാൻട്രോപ്പസ് പെക്കിനെൻസിസ് എന്ന പുതിയ ജീവിവർഗത്തിന്റെ ഫോസിലുകൾ കണ്ടെത്തി. 1945 ഓപ്പറേഷൻ തണ്ടർ ക്ലാപ്പിന്റെ ഭാഗമായി US വ്യോമസേന ബെർലിനിൽ നടത്തിയ ഏറ്റവും വിനാശകരമായ വ്യോമാക്രമണങ്ങളിലൊന്ന് 3000-ഓളം പേരുടെ ജീവനെടുത്തു. 1966 സോവിയറ്റ് യൂണിയന്റെ ലൂണ 9 ചന്ദ്രനിൽ മൃദുവായ ലാൻഡിംഗ് നടത്തിയ ആദ്യത്തെ ബഹിരാകാശ പേടകമായി മാറി. 1972 ചരിത്രത്തിലെ ഏറ്റവും മാരകമായ മഞ്ഞുവീഴ്ച ഇറാനിൽ ആഞ്ഞടിച്ചു. 7 ദിവസം നീണ്ടുനിന്നു. 4000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ടോയ് സ്റ്റോറി, അപ്പ് തുടങ്ങിയ പ്രശംസ നേടിയ ചിത്രങ്ങളുടെ ഉത്തരവാദിത്തമുള്ള പിക്സർ ആനിമേഷൻ സ്റ്റുഡിയോ 1986 ആപ്പിൾ CEO സ്റ്റീവ് ജോബ്സിന്റെ പിന്തുണയോടെ സ്വതന്ത്ര കമ്പനിയായി സ്ഥാപിതമായി. 1994 US റഷ്യൻ ഷട്ടിൽ മിർ പ്രോഗ്രാമിന്റെ ആദ്യ ദൗത്യമായ STS-60 നാസയുടെ സ്പേസ് ഷട്ടിൽ ഡിസ്കവറി ഉപയോഗിച്ച് വിക്ഷേപിച്ചു. 1995 അമേരിക്കൻ ബഹിരാകാശ യാത്രികയായ എലീൻ കോളിൻസ് ഡിസ്കവറി എന്ന ബഹിരാകാശ വാഹനം പറത്തിയ ആദ്യ വനിതയായി. വൈദ്യുതി ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1925 ഫെബ്രുവരി 3. ബോംബെ വിക്ടോറിയ ടെർമിനൽ മുതൽ കുർള തുറമുഖം വരെയാണ് ആദ്യ വൈദ്യുത ട്രെയിൻ ഓടിയത്. പിന്നീട് ഇത് നാസിക്കിലെ ഇഗാത്പുരിയിലേക്കും പൂനെയിലേക്കും ദീർഘിപ്പിച്ചു. 1500 വോൾട്ട് DC കറണ്ട് ഉപയോഗിച്ച് വൈദ്യുതീകരിച്ചതായിരുന്നു ഈ പാത. അന്നത്തെ ബോംബെ ഗവർണറായിരുന്ന സർ ലെസ്ലി വിൽസനാണ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. എഞ്ചിൻ നിയന്ത്രിച്ചത് ജഹാംഗീർ ഫ്രാംജി ദാരുവാല. ടാറ്റ ഗ്രൂപ്പ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് കമ്പനിയാണ് ആദ്യത്തെ ട്രെയിൻ സർവീസിനുള്ള വൈദ്യുതി ലഭ്യമാക്കിയത്. തുറമുഖ പാതയുടെ മാത്രം നിർമ്മാണ ചെലവ് 8 കോടി രൂപ. കാമെ ലയേഡ് എന്ന ബ്രിട്ടീഷ് കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമായി ഓടിയ ഇലക്ട്രിക് ട്രെയിനിന്റെ എഞ്ചിൻ നിർമ്മിച്ചത്. 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത്. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളുടെ പരാജയത്തെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച 7-അംഗ കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ജോൺ സൈമൺ ആയിരുന്നു കമ്മീഷന്റെ അധ്യക്ഷൻ. ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ പോലും കമ്മീഷനിൽ ഇല്ലാതിരുന്നത് ഇന്ത്യക്കാരെ പ്രകോപിതരാക്കി. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ദിവസം അഖിലേന്ത്യാ ഹർത്താൽ പ്രഖ്യാപിക്കുകയും യൂസഫ് മെഹ്ലി രൂപം കൊടുത്ത സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി ജനകീയ പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. ഇതൊന്നും വകവയ്ക്കാതെ പ്രവർത്തിച്ച കമ്മീഷൻ 1929 മാർച്ച് 3 തിരിച്ചുപോയി. 1930 റിപ്പോർട്ട് സമർപ്പിച്ചു. സൈമൺ കമ്മീഷന്റെ പല നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത്. ഇടമലയാർ ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1987 ഫെബ്രുവരി 3. പെരിയാറിന്റെ പോഷക നദിയായ ഇടമലയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ചെറുകിട ജലവൈദ്യുത പദ്ധതി എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. 75 മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള പദ്ധതിയുടെ പരമാവധി ജലസംഭരണ ശേഷി 171 മീറ്റർ. വൈദ്യുതോൽപാദനത്തിനു പുറമെ കാർഷിക ആവശ്യങ്ങൾക്കായുള്ള ജലസേചനം, വ്യാവസായിക ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ജലവിതരണം തുടങ്ങിയവയ്ക്കും ഡാമിലെ ജലം പ്രയോജനപ്പെടുത്തി. ഇങ്ങനെ ചരിത്രത്തിൽ ഫെബ്രുവരി 3 ഇപ്പോൾ പറഞ്ഞതല്ലാത്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. അറിയുന്നവർ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യൂ.